ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പൈലേഴ്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പോ കമ്പൈലർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യകാലങ്ങളിൽ ഈ ബിടെക് ഇങ്ങനെ IT മറ്റേ മെഷീൻ ലേണിംഗ് മറ്റേ AI എന്നൊക്കെ പറഞ്ഞ് മാറുന്നതിനൊക്കെ മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്ന കാലത്ത് 4th or 5th സെമസ്റ്ററിൽ എല്ലാവരും പഠിച്ചിരുന്ന ഒരു പേപ്പറാണ് കമ്പൈലർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു പ്രാക്ടിക്കൽ കമ്പൈലർ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല അത് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഒരു എന്താ പറയാ ഒരു കോമൺ ബുക്ക് ഉണ്ടായിരുന്നു, ഡ്രാഗൺ ബുക്ക് എന്നാണ് അതിനെ വിളിക്കണേ. അഹോ, ഉൾമാൻ, മോണിക്ക ലാം, രവി സേത്തി. അപ്പൊ രവി സേത്തി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു അടിപൊളി ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് എല്ലാവരും വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് കമ്പൈലർ എഴുതാൻ മാത്രമല്ല പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് റീസൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഉൾമാന്റെ ഡാറ്റാബേസ് ക്വയറിയുടെ ഡാറ്റാബേസ് എഞ്ചിന്റെ ബുക്ക് ഉണ്ട്. ആൽഫ്രഡ് അഹോയുടെ ഒക്കെ അഹോ ഉൾമാന്റെ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ബുക്ക് ഉണ്ട്. പിന്നെ മോണിക്ക ലാം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫേമസ് പ്രൊഫസറാണ്. അവരുടെ സ്റ്റുഡൻസ് ഒക്കെ കുറെ കമ്പൈലർ എഞ്ചിനീയറിംഗിൽ ഗൂഗിളിലും അവിടെയൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു അതിന്റെ 4th എഡിഷൻ 3rd എഡിഷനോ അത് നല്ലൊരു ബുക്ക് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എൻ്റെ പരിചയത്തിൽ ഞാൻ ആ ബുക്ക് ഉപയോഗിച്ച് പഠിച്ചിട്ട് ഒരു കമ്പൈലർ എഴുതിയ ഒരാളെ ഞാൻ ഇതിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഇന്ററാക്ട് ചെയ്ത ആൾക്കാര് എന്താ വെച്ചാൽ പിൽക്കാലത്ത് കമ്പൈലേഴ്സിലൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാൻ നോക്കിയത്. പക്ഷെ സ്റ്റിൽ ദാറ്റ് ബുക്ക് ഈസ് വെർത്ത് റീഡബിൾ. ഒരു എന്താ പറയാ, ചില ബുക്ക് നമ്മുടെ ഷെൽഫിൽ വാങ്ങിച്ചു വെച്ചാൽ ഓക്കെ നമ്മൾ പഠിച്ചു എന്ന് തോന്നൂല്ലേ. ഇപ്പൊ ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ പോവാണെങ്കിൽ ഫെയിൻമാൻസ് ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് നിങ്ങളുടെ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്ന മാതിരി ആ ബുക്ക് വളരെ ഇതാണ്. പിന്നെ ഈ കമ്പൈലറിന്റെ ഇപ്പൊ കെന്നത്ത് ലൗഡന്റെ ബുക്ക് ഉണ്ട്. പിന്നെ വെൻ ഐ വാസ് യങ് ഞാൻ കമ്പൈലർ പഠിച്ചത് കിരാത് സിംഗ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ ബുക്കാണ്. അതായത് ഹി വാസ് ജസ്റ്റ് 15 years old when he started writing it. 16 ആയപ്പോൾ കണ്ട് പുള്ളി റൈറ്റ് ചെയ്തതാണ്. ഗൽഗോട്ടിയ പബ്ലിക്കേഷൻ ആണ് ചെയ്തത്. ആ ബുക്ക് ഫസ്റ്റ് പാർട്ട് എങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റഡ് ലെക്സിക്കൽ അനാലിസിസ് ആൻഡ് പാഴ്സിംഗ് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് മറ്റേ ഒരു പാസ്കൽ കമ്പൈലർ ഏതാണെന്നും അതേ കമ്പൈലർ ലെക്സും യാക്കും ഇല്ലാതെ അതേ ഹാൻഡ് ക്രാഫ്റ്റഡ് പാഴ്സൽ വെച്ചിട്ട് അതേ കമ്പൈലർ പിന്നെ ലെക്സും യാക്കും വെച്ച് പുള്ളി ബിൽഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളൊരു വെർച്വൽ മെഷീനും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് മൈ ഫോറൈൻ ടു കമ്പൈലർ ഡിഡ്ന്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. ഒരു കമ്പൈലർ ഡിസൈൻ ഇൻ സി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അലൻ ഹോളിബിന്റെ. അത് ഫ്രീ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാനല്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാനും കിട്ടും. അതൊരു ഇൻഎക്സ്പെൻസീവ് ബുക്ക്, അപ്രന്റീസ് ഹാൾ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് ആ ബുക്ക് കൊണ്ട് ഒരു പ്രാക്ടിക്കൽ കമ്പൈലർ എഴുതുന്നതിനേക്കാളും ആ ബുക്കിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ കമ്പൈലർ കൺസ്ട്രക്ഷനിലെ അന്ന് ഏർലി 90s 93 when I got that book, അന്ന് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസിലൊക്കെ 640 KB റാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതില് ഈ ഒരു OS മറ്റേതൊക്കെ ഒരു 300K എടുക്കും. അപ്പൊ നമുക്ക് 300K നമ്മളൊരു പ്രോഗ്രാം ഓടണം. അപ്പോ ലാർജ് ബഫേഴ്സ് ഒന്നും നമുക്ക് അന്ന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബുക്കിൽ എങ്ങനെയാണ് ബഫർ മാനേജ് ചെയ്യുന്നത് എന്നുള്ള ഒരു പാർട്ട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെക്സ് എഴുതാൻ എന്ന് പറയാം. അപ്പൊ ലെക്സ് എഴുതാന്ന് പറയുമ്പോൾ ലെക്സ് യൂട്ടിലിറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്താണ്, റെഗുലർ എക്സ്പ്രഷൻ എന്താണ് തോംസൺസ് കൺസ്ട്രക്ഷൻ, പിന്നെ എങ്ങനെയാണ് തോംസൺസ് കൺസ്ട്രക്ഷനിൽ നിന്ന് NFA അതുവഴി ഉണ്ടാക്കിയ NFA, അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എങ്ങനെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആവുന്നു എന്നുള്ളത് ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എൽ ലാമ ഓക്സ് എന്ന് പറഞ്ഞിട്ട് 2 പാഴ്സർ ജനറേറ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് യാക്കും അല്ലെങ്കിൽ ബൈസൺ കുടിയൊത്തി വാഴുന്ന സമയമായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് എല്ലാമ എന്ന് പറഞ്ഞൊരു ടോപ്പ് ഡൗൺ പാഴ്സർ എഴുതാം എന്നുള്ളത് മറ്റേ അലൻ ഹോളിബോ പഠിപ്പിക്കുന്നുണ്ട്. ആ ബുക്കിന്റെ ഉള്ളിൽ നിന്നാണ് ഫസ്റ്റ് സെറ്റ് എന്താണ്, ഫോളോ സെറ്റ് എന്താണ്, LL1 എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇനി അതിന്റെ ഉള്ളിൽ പുള്ളി ഒരു ബോട്ടം അപ്പ് ടേബിൾ ഡ്രിവൺ പാഴ്സർ ജനറേറ്റർ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്ക് ഒരു കമ്പൈലർ ഡിസൈൻ ഇൻ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒരു ലെക്സിക്കൽ അനലൈസർ ജനറേറ്റർ എങ്ങനെ എഴുതാം, പാഴ്സർ ജനറേറ്റർ എങ്ങനെ എഴുതാം, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ഈ അത് തന്നെ ടോപ്പ് ഡൗൺ പാഴ്സർ ഓട്ടോമാറ്റിക് പാഴ്സർ ജനറേറ്റർ എങ്ങനെ എഴുതാം, ബോട്ടം അപ്പ് എങ്ങനെ എഴുതാം. പിന്നെ ഈ 2 ടൂൾ വെച്ചിട്ട് പുള്ളി C++ എന്ന് പറഞ്ഞ ലാംഗ്വേജിലേക്ക് നിങ്ങളുടെ സോഴ്സ് കോഡ് മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു x86 അടുത്ത് കിടക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ആ ബുക്ക് ജനറേറ്റ് ചെയ്യണം. പിന്നെ ആ ബുക്കിൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. കർസസ് എന്ന് പറഞ്ഞ യുണിക്സ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് പുള്ളി ഒരു ഡീബഗർ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ബുക്ക് എടുത്ത് നോക്കാം. കമ്പൈലർ ഡിസൈൻ ഇൻ C, അപ്രന്റീസ് ആണ് പബ്ലിഷ് ചെയ്തേക്കണേ. അതിന്റെ കോഡും അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ കുത്തിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്തെടുത്ത് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ദാറ്റ്സ് സ്റ്റിൽ ഇപ്പം കുറെ ആൾക്കാർ കമ്പൈലർ പഠിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ കമ്പൈലർ എഴുതാനല്ല, അതിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. സോ ഐ സ്റ്റിൽ കൺസിഡർ കമ്പൈലർ ഡിസൈൻ ഇൻ C ആസ് മൈ ഫസ്റ്റ് കമ്പൈലർ ബുക്ക്. പക്ഷെ ഒരു പ്രാക്ടിക്കൽ കമ്പൈലർ എന്നെ എഴുതാൻ പഠിപ്പിച്ചത് മറ്റേ ഒരു പാസ്കലിന്റെ സബ്സെറ്റ് എഴുതാൻ പഠിപ്പിച്ചത്. ഞാൻ പാസ്കലല്ല, ഞാനൊരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഒരു മിനി ലാംഗ്വേജ് ഉണ്ടാക്കിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന് സാധിച്ചത് മറ്റേ ഈ ബുക്കാണ്, അതായത് മറ്റേ കിരാത് സിംഗിന്റെ ബുക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു CAD സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ വേറൊരു ബുക്ക്, കെന്നത്ത് ലൗഡന്റെ കമ്പൈലർ തിയറി ഇൻ പ്രാക്ടീസോ, ഈ ബുക്സ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ട് മീ ഇൻ ടു കമ്പൈലേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കമ്പൈലർ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ആൾക്കാർ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത് ഓക്കെ നീറ്റ് കോഡ് അല്ലെങ്കിൽ ലീഡ് കോഡ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് 14 രീതിയിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ AVL ട്രീയിൽ ഇത് ചെയ്യാം, ഒരു നെക്സ്റ്റ് ജോലി കിട്ടാനുള്ള ഒരു പഠിപ്പ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ മറ്റേ മൂക്കാത്ത മാങ്ങ പഴുക്കുക എന്ന് പറയും, ആ ടൈപ്പ് ഇതാണ്. പ്രാക്ടിക്കൽ യൂസ് ഒന്നും അതുകൊണ്ട് കണ്ടിട്ടില്ല. ആ ഇൻഫർമേഷൻ ആക്ഷനബിൾ അല്ല. അതായത് ഒട്ടും മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ കിരാത് സിംഗിന്റെ ബുക്ക് ഇപ്പൊ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കെന്നത്ത് ലൗഡന്റെ ബുക്കും മറ്റേ ഇതും അവൈലബിൾ ആണ്. പിന്നെ ഈ റൊണാൾഡ് മാക്ക് എന്ന് പറഞ്ഞ ആള് ജാവയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബുക്ക് ഉണ്ട്, കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റേഴ്സ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബുക്ക്. അത് ഞാൻ പലർക്കും ഇത് ചെയ്യാറുണ്ട്. അതായത് കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റേഴ്സ്, അങ്ങനെ ജാവയിൽ തന്നെ കമ്പൈലേഴ്സിനും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് കമ്പൈലർ എഴുതണമെന്നുണ്ടെങ്കിൽ ആൻഡ്രൂ ആപ്പിളിന്റെ മോഡേൺ കമ്പൈലർ ഇംപ്ലിമെന്റേഷൻ ഇൻ ജാവ, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബുക്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ദാറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് ലെവൽ. അതായത് ഇപ്പൊ നിങ്ങൾ അക്കാഡമിക്കലി ഓറിയന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് PhD തസിസ് ചെയ്യാനോ അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ കമ്പൈലറിന്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യുണിക്സിലുള്ള ലിറ്റിൽ ലാംഗ്വേജസ് ആൻഡ് ടൂൾസിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഇപ്പോൾ സെഡ് സ്ട്രീം എഡിറ്റർ, ഓക്കെ, അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻ ബിക്കേം എ കോമൺ പ്ലേസ് ഇൻ റീസെന്റ് ലാംഗ്വേജസ് ഇൻ ദ പോസ്റ്റ് 2010. പക്ഷെ അതിന് മുമ്പൊക്കെ യുണിക്സ് പ്രോഗ്രാമിംഗിൽ മറ്റേ വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്നോ അതെങ്ങനെ വർക്ക് ചെയ്യാന്നോ. ഇപ്പൊ കമ്പൈലർ കൺസ്ട്രക്ഷനും യൂസിങ് ലെക്സ് ആൻഡ് യാക്ക് വാസ് ദി ഫോറേ ഇൻടു ദാറ്റ്. ഇപ്പൊ ഗ്രപ്പിന്റെ ഫുൾ ഫോം ഗെറ്റ് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ ആണെന്ന് തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് കമ്പൈലറിന്റെ ഓക്കെ ദ വേ ഐ ലേൺ കമ്പൈലേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ടിംഗ് എഞ്ചിന് വേണ്ടി ഒരു DSL എഴുതാനിട വന്നു, സർക്യൂട്ട് സിമുലേഷൻ ലാംഗ്വേജിന് വേണ്ടി വന്നു, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിന് വേണ്ടി ഈ ട്രേഡ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു DSL വേണ്ടി വന്നു. ഇറ്റ് ജനറേറ്റഡ് ഈവൻ x86 കോഡ്, ഡൈനാമിക് കമ്പൈലർ, വിൻഡോസിന്റെ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റും ലിങ്കർ എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ പഠിക്കാനിട വന്നു. അപ്പോൾ ഈവൻ ദോ ഐ എം നോട്ട് എ പ്രൊഫഷണൽ കമ്പൈലർ റൈറ്റർ, ഒരു ലേണിംഗ് കമ്പൈലേഴ്സ് ഹാസ് ഹെൽപ്പ് മീ. അത് മാത്രമല്ല ഐ സ്റ്റിൽ കീപ് ട്രാക്ക് ഓഫ് പ്രൊജക്ട്സ് ലൈക്ക് LLVM. ഈവൻ എൻ്റെ കമ്പൈലറിന് LLVM ബാക്കിൻ്റെ ഉണ്ട്. പക്ഷേ നമ്മുടെ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ എങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, കമ്പൈലറിനെ ചുറ്റിപ്പറ്റി ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതും കൂടി നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പേരെന്താണ്, വൈ ഷുഡ് വൺ ലേൺ അബൌട്ട് compilers and its construction. There are compilers. Why should you write one? അപ്പൊ ഈ കമ്പൈലർ എഴുതാൻ അറിയാന്ന് പറയുമ്പോൾ കമ്പൈലർ ഒക്കെ ഉണ്ടല്ലോ, എന്തിനാ എഴുതുന്നത്? അത് നൈവ് ചോദ്യമാണ്. പക്ഷെ ഈവൻ മറ്റേ എന്താ പറയുക 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അതും ചോദിക്കുന്നതാണ്. There is no demand for it anymore.
അതായത് ഇപ്പൊ കമ്പൈലർ എന്താണ് ഇറ്റ്സ് എ സോർട്ടറിക് ടോപ്പിക്, ഇറ്റ്സ് എ സോൾവ്ഡ് പ്രോബ്ലം. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ് വാസ് സോൾവ്ഡ് ഇൻ 1960s, പാഴ്സർ ജനറേറ്റേഴ്സ് ഇൻ 1980s. പിന്നെ എന്താ പറയാ, now with the likes of LLVM, OpenJDK and .NET CLR കമ്പൈലർ ബീങ് ഓപ്പൺ സോഴ്സ്ഡ്, എന്താണ് അതിൻ്റെ ഉള്ളത്? പക്ഷെ ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പൈലേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ LLVMന്റെ മെയിൻ്റെനൻസ് ഏറിയ 100 പേരുണ്ടാവുള്ളൂ. അത് കൺസ്യൂം ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു 5000 പേരുണ്ടാവും. ഇപ്പോ നിങ്ങളുടെ ഷെയ്ഡർ ലാംഗ്വേജും ഇപ്പൊ നിങ്ങൾ യു ടേക്ക് ഇറ്റ്, ഇപ്പൊ കൂടയുടെ ബാക്കിലും LLVM കോഡ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഈ കമ്പൈലർ എഞ്ചിനീയറിംഗിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതല്ല. ബട്ട് സി തിങ്സ് ലൈക്ക് മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിലോസഫി, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ അതിന്റെ ഉപയോഗം നല്ലത് നിങ്ങൾ ചിന്തിക്കണ്ടേ. വാട്ട് ഇറ്റ് ക്യാൻ ഡു ഫോർ യു, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ക്യാൻ ബ്രിങ് ടു യു, ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ഈ നമ്മൾ ഇനി നോൺ ട്രിവിയൽ തിങ് പഠിക്കുമ്പോൾ അതാണ് നോക്കണ്ടേ. നാളെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചുറ്റുള്ളവർക്ക് പ്രബുദ്ധതയ്ക്ക് അനുസരിച്ച് നമുക്ക് വർക്ക് വരുള്ളൂ. ആ എൻവയോൺമെന്റിൽ അങ്ങനത്തെ വർക്ക് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ വർക്ക് അങ്ങോട്ടേക്ക് വരില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരു കാലത്ത് ട്രിവാൻഡ്രത്ത് ഇന്റർവ്യൂവിന് വന്നിരുന്ന മറ്റു പല കമ്പനിയുടെ ഇന്റർവ്യൂ വന്നിരുന്ന വെച്ചാൽ നെസ്റ്റിൽ നിന്ന് ആളെ പൊക്കാൻ വേണ്ടി തന്നെ. കാരണം നെസ്റ്റിലാണ് ആ ടൈപ്പ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഒരു ടയർ 2 സിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ അതായിരുന്നു ഏറ്റവും വലിയ ഇത്. അപ്പൊ അവിടെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അവിടെ ഒരു ക്രിട്ടിക്കൽ മാസ് ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ടാറ്റ എൽസി ഒക്കെ വന്നെങ്കിലും പക്ഷേ സ്റ്റിൽ ഇപ്പോ ട്രിവാൻഡ്രത്ത് ഇന്റർവ്യൂവിന് വരുമ്പോൾ സെമി കണ്ടക്ടർ ഇതിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ നെസ്റ്റ് ആണ് അവരുടെ ഒരു പ്രിഫേർഡ് വേണ്ടി. അങ്ങനെ കുറെ പേരുടെ കരിയറൊക്കെ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ unless you have got a critical mass, okay, nobody will give you work. അപ്പൊ to generate critical mass, okay, you should actually advocate. അപ്പൊ അങ്ങനെയാണ് ഈ എന്താ പറയുക DSL എഞ്ചിനീയറിംഗും കമ്പൈലേഴ്സിനെ കുറിച്ചും LLVM ഇപ്പൊ ഞാൻ അവബോധം എന്താ പറയുക കൂട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതല്ല നോക്കണ്ടത്. അടുത്തത് ഹൂ വാണ്ട്സ് എ DSL, ഐ ഹാവൻ സീൻ ഇറ്റ്. അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ DSL ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജസ് പറയുമ്പോൾ ടെലികോം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിജിറ്റൽ സബ്സ്ക്രൈബേഴ്സ് ലൈൻ എന്ന് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പൊ DSL എവിടെയും കാണാറില്ല. DSL ഉണ്ടെങ്കിൽ ഇതിനെ ഭൂ വെച്ച് എഴുതാന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ നമുക്ക് DSL എഴുതാൻ വേണ്ടി വേറെ മെക്കാനിസം ഉണ്ടല്ലോ, എന്തിനാ കമ്പൈലർ പഠിക്കണേ, റൂൾ എഞ്ചിൻ ഉണ്ടല്ലോ, മറ്റേ എന്താ പറയാ ഈ ജെ റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ഡ്രൂൾസ് ഉണ്ട്, അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏറ്റവും വലിയ ഇതിൽ ഇൻഡസ്ട്രിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ആ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് കാഫ്ക പഠിക്കാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ കമ്പൈലറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 ജന്മം കിട്ടുന്ന മാതിരിയാണ് ഇഫ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. കാരണം കമ്പൈലേഷൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയാ ഈ മറ്റേ കോമ്പോസിറ്റ് വിസിറ്റർ പാറ്റേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ഒരു 20% ഇങ്ങനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പല കമ്പനികളിലും പല ആൾക്കാരും ചെയ്യണ കണ്ടേക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കമ്പൈലറിന്റെ ടെക്സ്ച്വലി ഡിസ്ക്രൈബ് ചെയ്യാവുന്ന കാര്യം ആൾക്കാർ പ്രോഗ്രാമാറ്റിക്കലി ട്രീ ഉണ്ടാക്കിയിട്ട് 800 നോഡും 600 നോഡും ഉള്ളതും ഇപ്പൊ ഈവൻ ബില്ലിംഗ് എൻജിൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയും കോഡ് എഴുതി പീപ്പിൾ കോംപ്ലിക്കേറ്റഡ്. അതിപ്പോ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജോ ഒരു DSLോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പീപ്പിൾ ഗോ ദ ഹാർഡ് വേ. എന്നിട്ട് പറയും ഓക്കെ ഇതെല്ലാവർക്കും പറ്റണ്ടേ, അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിക്ക് നീഡില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഫെലസിയാണ്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ കണ്ടില്ലല്ലോ C++ഓ ഒരു പഴഞ്ഞ ടെക്നോളജി. അപ്പൊ ഈ ടൈപ്പ് ഒരു ഇത് വരുന്നത് അവിടെ നിന്നാണ്. ഇനി എന്താ പറയാ, എനിക്ക് കമ്പൈലർ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഐ ഡോണ്ട് ഹാവ് എനി ടൈം ടു ഡു ഫോർ ദാറ്റ്, ഐ എം വെരി ബിസി, ആൾറെഡി എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യണ്ടേ, എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കണെന്ന് വെച്ചാൽ കമ്പൈലർ ഞാൻ പഠിക്കും നിന്റെ അലവലാതി കിടന്നൊന്നും എനിക്ക് പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യും. അപ്പൊ ഞാൻ ഈ സ്ലാങ് അല്ലെ കാണുന്നവനോടൊക്കെ ഞാൻ പോയി പറയും. അപ്പൊ ഇവര് ചൊറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ വീണ്ടും അങ്ങോട്ട് ഇത് ചെയ്യും. അപ്പൊ ഇറിറ്റേറ്റിംഗ്ലി അസർട്ടീവ് ആണെന്ന് പറഞ്ഞിട്ട് അവര് ഇതിലോട്ട് നോക്കൂല. നാട്ടിലുള്ള കമ്പൈലർ ബുക്കൊക്കെ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് എല്ലാ കൊല്ലം കമ്പൈലർ വോട്ട് ചെയ്യുന്ന ആളുണ്ട്. ഞാൻ പണ്ടൊരു അക്കൗണ്ടിങ് പാക്കേജ് ഡിസൈൻ ചെയ്തു. എന്നിട്ട് എൻ്റെ വൈഫാണ് ഇതിന്റെ കോഡ് എഴുതിയത്. അപ്പൊ ഇതിന്റെ കോഡ് ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. മിക്ക ആൾക്കാരും അതൊക്കെ അക്കൗണ്ടിങ് പഠിച്ച് അതിനെ ചുറ്റിപ്പറ്റി പഠിച്ചിട്ട് 100ഓളം പേര് കാൾ സെന്ററിൽ കരിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദർ ആർ സം പീപ്പിൾ ഹു വിൽ പോർട്ട് ഇറ്റ് എവരി ഇയർ. ഓക്കെ, അതായത് ഒരു ഈഗോ കാരണമാണ്. അപ്പൊ ഈ സ്ലാങ് കാരണം തന്നെ
കേരളത്തിലെ ആൾക്കാർ കമ്പൈലർ പഠിക്കാറില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. സ്ലാങ് ഫോർ .NET എന്നുള്ള ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇഫ് യു ഡു നോട്ട് ലേൺ കമ്പൈലേഴ്സ് യു കാൻ പ്രോഗ്രാം വെൽ എന്നുള്ളതാണ് എൻ്റെ ആർട്ടിക്കുലേഷൻ. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പൈലർ എഴുതാൻ പഠിക്കുമ്പോൾ ഒരു ടോയ് ലാംഗ്വേജിന്റെ കമ്പൈലർ മതി. യു ഡോണ്ട് നീഡ് ടു ബി, ഇറ്റ് ഡസന്റ് നീഡ് ടു ബി ആൻ ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് കമ്പൈലർ. ഒരു ഇന്റർപ്രറ്റർ ഉണ്ട്. അതായത് യു ഷുഡ് ഡു സം കൈൻഡ് ഓഫ് എ നോൺ ട്രിവിയൽ ടെക്സ്റ്റ് പാർസിംഗ്. യു ഷുഡ് ബി ഏബിൾ ടു റിസോൾവ് data types, or you should parse it and then you should create a tree. A tree has to be walked in order to do type checking, and then okay, you can actually either generate code or you can actually interpret it. ഇത്രയേ ഉള്ളൂ ഒരു കമ്പൈലറിന്റെ ഒരു ഇൻ എ നട്ട്ഷെൽ. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. പിന്നെ ഏറ്റവും വലിയ ഇത് കണ്ടേക്കണമെന്ന് വെച്ചാൽ എനിബഡി ഹു ഹാസ് റിട്ടൺ എ ടോയ് കമ്പൈലർ, റീസൺസ് അബൌട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, എന്താ പറയുക, വെരി വെൽ. അപ്പൊ അതിനൊരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, ഈ ഫോർ കമ്പൈലർ ഒരു പ്രോഗ്രാം ഇസ് എ ഡാറ്റ, ഇസ് ഡാറ്റ. ഓക്കെ, അപ്പോൾ എന്താ പറയാ, കോഡിനെ ഡാറ്റ ആയിട്ട് കാണുന്ന ഒരു ടൂളാണ് ഇത് തന്നെ. ഇനി അതേമാതിരി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാറ്റയെ കോഡായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് ആസ് ഡാറ്റ വേഴ്സസ് എന്താ പറയുക ഡാറ്റ ആസ് കോഡ്, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഇപ്പൊ കമ്പൈലർ ഈസ് ആക്ച്വലി റൈറ്റിംഗ് എ കമ്പൈലർ ഈസ് വെരി ഈസി നൗ. ഇറ്റ് ഈസ് യു ക്യാൻ ഡു ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ ടൈപ്പ് എന്നാണ് എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ആർട്ട് ഓഫ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ഇൻ C# എഴുതിയേക്കണേ. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് പീപ്പിൾ അറൌണ്ട് ഇറ്റ് ഈസ് ഈവൻ മോർ സോ. അതായത് ഇപ്പോൾ 10 days കൊണ്ടൊക്കെ ഇപ്പൊ എൻ്റെ ബുക്ക് വെച്ചിട്ട് കമ്പൈലർ പഠിച്ച ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഈ കമ്പൈലർ പഠിച്ചിട്ട് പലരും DSL എഴുതുകയും മിനി ലാംഗ്വേജ് എഴുതുകയും they have actually understood okay how a trans compiler work. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അതിന്റെ എക്സ്പ്ലിസിറ്റ് അഡ്വാൻറ്റേജ് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ യു വിൽ ലേൺ അബൌട്ട് ഗ്രാഫ്സ് ആൻഡ് ട്രീസ്. ഓക്കെ, ട്രീയും ഗ്രാഫും ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയറാർക്കിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രീയും ഡിപ്പെൻഡൻസീസ് ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഗ്രാഫും ഉണ്ട്. പിന്നെ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫാണ് ഒരു കോമൺ ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതെങ്ങനെ ഡെപ്ത് ഫസ്റ്റ് ആയിട്ട് വാക്ക് ചെയ്യാം, അത് റിക്കർസീവ് ആയിട്ട് അതുകൊണ്ട് മിക്കവരും അത് അറിയുന്നില്ല അതൊരു ഡെപ്ത് ഫസ്റ്റ് വാക്കാന്ന്. ഇനി അതേമാതിരി തന്നെ നമുക്ക് ASTs ക്യാൻ ബി വാക്ക്ഡ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ. ഇനി ഒരു എക്സ്പ്രഷൻ്റെ AST നിങ്ങൾ പ്രീ ഓർഡറിൽ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എക്സ്പ്രഷൻ ഓർ ലിസ്പിന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. പോസ്റ്റ് ഓർഡറിൽ ഇത് കഴിഞ്ഞാൽ മറ്റേ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ അഥവാ HP കാൽക്കുലേറ്ററിലെ നൊട്ടേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇൻഫിക്സ് വന്നാൽ യു ക്യാൻ റീജനറേറ്റ് ദി എക്സ്പ്രഷൻ ആസ് ടെക്സ്റ്റ്. അപ്പോൾ ഒരു ഗ്രാഫ് ട്രീസിനെ കുറിച്ചൊക്കെ നല്ല ഒരു മൾട്ടിവേ ട്രീ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ കുറച്ചുകൂടി സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെയും ഗുണങ്ങളുണ്ട്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഒരു ലെക്സിക്കൽ അനാലിസർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഹാൻഡ് ക്രാഫ്റ്റഡ്. അപ്പോൾ ആഫ്റ്റർ ആൾ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ സ്വിച്ച് കേസ് ഇട്ടിട്ട് മറ്റേ കേസ് ഡിസ്ക്രിമിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ അനാലിസിസ് നടത്തുന്നത്. അതിൽ റിക്കർഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഇപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമാണത്. ഓക്കെ, എന്ന സ്ഥാനത്ത് പാഴ്സിങ് വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, റിക്കർഷൻ ഒരു ആവശ്യമായ ടൂളാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനും ഇപ്പം നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് പ്രോസസ് ചെയ്യാനും. ഇനിയിപ്പോൾ ക്ലാസ്സസ് ഒബ്ജക്ട്സ് ഒക്കെ പാഴ്സ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് റിക്കർഷൻ വളരെ ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ, സ്റ്റാക്ക്, മാപ്പ്, ഹാഷിങ് ഇതെല്ലാം സിമ്പിൾ ടേബിൾ ഉണ്ടാക്കാനും പിന്നെ എന്താ പറയുക ഈ കോൺസ്റ്റന്റ് റിഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ബേസ്ഡ് ഒരു ഇവാലുവേറ്റർ കമ്പൈലറിൻ്റെ കൂടെ വേണം. നിങ്ങൾക്ക് ട്രീ ഇപ്പം നിങ്ങൾക്ക് ലെവൽ ഓർഡർ ട്രാവേഴ്സിലാണെങ്കിൽ ക്യൂ ഒരു ഓക്സിലറി ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് വേണം. പിന്നെ ഈ മെയിനായിട്ടും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസാദ്, ബിൽഡർ, കോമ്പോസിറ്റ് അഡാപ്റ്റർ, പിന്നെ അതേമാതിരി തന്നെ ഈ കമാൻഡ്, പ്ലഗിൻ ആർക്കിടെക്ചർ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു നല്ല ടൂളാണ്. ഇപ്പോൾ കോമ്പോസിറ്റ് വിസിറ്റർ ആണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് കമ്പൈലേഴ്സ്. ഇപ്പം നൗ ജാവ 22 ആൻഡ് എബോവിൽ നമുക്ക് മറ്റേ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് വന്നു കഴിയുമ്പോൾ കമ്പൈലേഴ്സ് കുറച്ചുകൂടി മറ്റേ ഒരു മിനി ലാംഗ്വേജസും കമ്പൈലേഴ്സും ഈവൻ പാഴ്സർ കോമ്പിനേറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ റിക്കർഷൻ കമ്പൈലർ അതിനൊരു റിക്കർസീവ് പ്രോസസ്സിംഗ് ഇത് ചെയ്യുന്ന ഇതാണ്. പക്ഷെ നിങ്ങളൊരു നോൺ ട്രിവിയൽ ലാംഗ്വേജ് സപ്പോർട്ട്സ് റിക്കർഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ റിക്കർഷന്റെ മെക്കാനിസവും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ സ്ലാങ്ങിന്റെ കേസിലാണെങ്കിൽ ഒരു 1 പാസ് കമ്പൈലറിൽ
എങ്ങനെ റിക്കർസീവ് റുട്ടീൻ എഴുതാന്നുള്ള ബാക്ക് പാച്ചിങ് എന്നുള്ള ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് കാണാം. ഇനി വൺസ് യു അനലൈസ് ദ കോഡ്, ക്രിയേറ്റഡ് ദ ടോക്കൺസ്, അത് ടോക്കൺ ട്രീ ആക്കി മാറ്റി ട്രീനെ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെമാൻറ്റിക് അനാലിസിസ് ഫേസ് കഴിഞ്ഞിട്ട് എൻ്റെ പോസ്റ്റ് പ്രോസസ്സിംഗ് എന്താ വെച്ചാൽ ഐദർ യു ഷുഡ് ഇന്റർപ്രറ്റ് ഓർ യു ഷുഡ് ജനറേറ്റ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ലൈക്ക് എന്താ പറയുക LLVM-IR, .NET IL, അല്ലെങ്കിൽ ജാവ ബൈറ്റ് കോഡ്, അല്ലെങ്കിൽ പാരറ്റ് എന്നുള്ള വെർച്വൽ മെഷീൻ ഉണ്ട്, അതിലോട്ടോ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം. ഒരു തേർഡ് ഓപ്ഷൻ അവൈലബിൾ എന്ന് വെച്ചാൽ ട്രാൻസ്കമ്പൈൽ ചെയ്യുക ടു ജാവ ഓർ അതർ C and other languages so that you can actually do downstream processing. പിന്നെ ഈ ഡാറ്റാസ് കോഡാസ് ഡാറ്റ എഴുതുമ്പോൾ ലാംഡ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രൊസീജിയർ എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്നുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ എന്തായാലും ഉണ്ടാവണം, ഒരു ഫംഗ്ഷന്റെ ബോഡിയും അതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാംഡ എന്താണെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഈ ഇപ്പൊ DSL, ഇപ്പൊ മിനി DSLs ഒക്കെ പലർക്കും എഴുതാൻ പറ്റുമെങ്കിൽ ഒരു ട്യൂറിംഗ് കംപ്ലീറ്റ് DSL എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. പിന്നെ ഈ ടൈപ്പ് അനാലിസിസ് ടെക്നിക്സ്, പല ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സും പഠിക്കും. അപ്പോൾ ഇത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ slang4.net അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള കുറേ പ്രൊജക്ട്സ് ഉണ്ട്. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് അഹെഡ്. അപ്പോൾ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ എന്തിന് കമ്പൈലർ റൈറ്റ് ചെയ്യണം, പിന്നെ കമ്പൈലറിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ ഇൻസൈറ്റ് നമുക്ക് ലഭിക്കും, ഒരു കമ്മ്യൂണിറ്റി കമ്പൈലർ, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സ്ലാങ് പോർട്ട് ചെയ്തിട്ടുള്ള 10-50 പേര് കൂടുതൽ എനിക്ക് നേരിട്ടറിയാം, ഇനി ബാക്കിയൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കൊരു റോബസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഹു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു റോഡ് അഹെഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കമ്പൈലറിനെ കുറിച്ചൊരു പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഇതാണ് DSL കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അവർ അത്യാവശ്യം കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള മീനിങ് വരുമോ? ചിലപ്പോ, അതായത് ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവർ DSL ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷെ അത് DSL ആയിട്ടായിരിക്കില്ല അവർ കാണുന്നത്. ഇപ്പൊ WPF ഈവൻ പിക്ചർ ഈ മറ്റേ ഒരു പോളിഗൺ സ്പെസിഫൈ ചെയ്യാൻ പോലും മിനി ലാംഗ്വേജ് ഉണ്ട്. അതായത് നമ്മൾ മിക്ക കോൺഫിഗറേഷൻ ലാംഗ്വേജസ് ഒക്കെ ഏകദേശം ഒരു മിനി ലാംഗ്വേജാണ്. പക്ഷേ അവരൊരു ട്യൂറിംഗ് കംപ്ലീറ്റ് DSL അല്ലെങ്കിൽ അവര് അത് കാണാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പൊ ഈവൺ ആംഗുലറിൽ പോലും ഡയറക്റ്റീവ്സ് ഉണ്ടല്ലോ ലൂപ്പ് ചെയ്യാനും, അതൊക്കെ ഇത്തരം കമ്പൈലർ ആണല്ലോ, DSL ആണല്ലോ. അപ്പോ ഈ ചാൻസ് കുറവാണ്. അതായത് ഇപ്പോ ഈ ഒരു സർവീസ് എഴുതാനോ ഒരു ആപ്ലിക്കേഷൻ ലോജിക് എഴുതാനോ ചിലപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം, പ്രൊഡക്റ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, അങ്ങനെ വരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ ഇപ്പൊ DSL-നെ കുറിച്ചൊന്നും അധിക ധാരണയില്ലാത്ത ആൾക്കാർക്ക് ഈ ദേ കൻ ബിക്കം ഡെവലപ്പേഴ്സ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതാണ് എൻ്റെ ഒരു ടേക്ക്. അതുമായിട്ട് സക്സസ് കണക്ട് ചെയ്ത് ഒരെണ്ണം കൂടി ചോദിക്കട്ടെ. ഇപ്പം ഇന്റേണൽ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ, എഞ്ചിനീയേഴ്സ് കസ്റ്റമൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യണമെങ്കിൽ DSL ആയിരിക്കും പ്ലഗിൻ ആയിരിക്കും നല്ലത്? അവിടെ എനിക്കൊരു ടേക്ക് ഉണ്ട്. നമ്മള് സാറ് പറഞ്ഞെങ്കിൽ പറഞ്ഞോ. എല്ലാവരും നമ്മൾ ഇത് ഈ മറ്റേ അന്നൊരു ഡിസ്കഷൻ ഓർമ്മയുണ്ടോ DSL എഞ്ചിനീയറിംഗിന്റെ? അപ്പൊ അവിടെ ആ പ്ലഗിനും ഇതിനും ഫ്രം എൻ ഇന്റർഫേസ് സ്റ്റാൻഡ് പോയിന്റ് സിമിലർ ആണെങ്കിലും ഡൊമൈൻ സ്പെസിഫിക് ഇന്റന്റ് ക്യാപ്ചർ ആണ് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ. അതായത് ഡൊമൈൻ സ്പെസിഫിക് ഇന്റന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള കൺസ്ട്രക്ട്സ് കൊടുക്കും ഈ DSL എഞ്ചിനീയറിംഗിൽ. അപ്പൊ അതിൽ ഡെവലപ്പേഴ്സ് ഓതറാകുമ്പോൾ ഇന്ത്യയിലെ DSL എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ചിന്തിക്കാം ഫസ്റ്റ്. അല്ല, എന്റെ ടേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ DSL ഇന്റേണൽ കൺസെപ്റ്റ് DSL ആണ് ഞാൻ നോക്കിയിട്ട് ബെറ്റർ. മറ്റേ ഇപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ഇപ്പൊ മിക്ക സ്ഥലത്തും ഈ ഇപ്പൊ ഒരു സാസ് എൻവയോൺമെന്റിൽ ദേ ഡെവലപ്പ് പ്രൊഡക്റ്റ് ആൻഡ് ഡെലിവർ ഇറ്റ് ആസ് മറ്റേ സർവീസ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പ്രൊഫഷണൽ സർവീസസ് ഉണ്ട്, അതായത് എൻ ക്ലയന്റിന്റെയും ഇതിന്റെ അടുക്ക് സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക്
ചിലപ്പോൾ പ്ലഗിൻ ആയിരിക്കും ബെറ്റർ. അല്ല, പ്ലഗിൻ അല്ല, അവർക്ക് മറ്റേ DSL ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ തേർഡ് പാർട്ടിയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളായിട്ട് ഇപ്പൊ പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ മുകളിൽ എക്സ്റ്റൻഷൻ എഴുതണമെങ്കിൽ പ്ലഗിൻ ആയിരിക്കും. കാരണം DSL ഒരു ഒരു ട്രെയിനിങ് കോസ്റ്റ് ഉണ്ട് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ശരത്തിന്റെ കമ്പനി ഇപ്പൊ എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിന് മറ്റേ സ്പെസിഫൈ ചെയ്യാന്നുണ്ടല്ലേ? അതെ അതെ, അത് കുറച്ചുകൂടി ഫങ്ഷണൽ എക്സ്പേർട്സ് ആണ്. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞേക്കാളും ഫങ്ഷണൽ എക്സ്പേർട്സ് ഫങ്ഷണൽ എക്സ്പേർട്സ് ആണ് ആയിരിക്കും ഞങ്ങളുടെ കേസിൽ കേട്ടോ സാറേ. അതായത് പക്ഷെ അത് ഞങ്ങൾക്ക് വിഷ്വൽ DSL ആണുള്ളത്. ലാല് പറഞ്ഞ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഇത് ഞാൻ കാണുന്നത് ഇതാണ്, ഈ ഡൊമെയിന്റെ സെമാൻറ്റിക്സ് ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യകത. അതായത് പ്ലഗിൻ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ കൺസ്ട്രെയിൻ ബൈ സ്ക്രിപ്റ്റിംഗ് എന്തെങ്കിലും ആണെങ്കിൽ അത് ടു ജനറിക് ആയി പോകും ചിലപ്പോ ഇന്റന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മോർ കൺസ്ട്രെയിൻഡ് വേണ്ടി വരുന്ന അവസ്ഥ. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്. അതല്ല ലാല, ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ എന്റെ ഒരു ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ലാസ്റ്റ് ഒരു 10 years ആയിട്ട് പോകുന്ന ഏതെവിടെയും 5 രീതിയിൽ സോഫ്റ്റ്വെയർ എക്സ്റ്റെൻഡ് ചെയ്യും. ഒന്ന് പ്ലഗിൻ, ഓക്കെ, പിന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അതാണ് നെക്സ്റ്റ് ലെവൽ. പ്ലഗിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അത് എൻ്റെ DSL-ലോട്ട് പോകുള്ളൂ. അതുകൊണ്ട് പിന്നെ ബ്രിഡ്ജ്, അതായത് മറ്റ് ലാംഗ്വേജിലേക്ക് റുട്ടീൻസ് വിളിക്കാം. പിന്നെ കണക്ടർ, അതായത് ഇപ്പൊ നമ്മള് മറ്റേ അഡാപ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയാം. പിന്നെ കണക്ടർ, അതായത് വേറെ സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ. അപ്പൊ ഇന്റഗ്രേഷൻ ആണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഫയൽ ബേസ്ഡ്, മറ്റേ എന്താ പറയാ, ഫയൽ എക്സ്ചേഞ്ച് ബേസ്ഡ് മറ്റേ റിസോഴ്സ് ടയർ, അതായത് ഡാറ്റാബേസ്, പിന്നെ പോയിന്റ് ടു പോയിന്റ് ത്രൂ സോപ്പ് വെബ്, അല്ല സോപ്പ് റെസ്റ്റ് ആൻഡ് gRPC, പിന്നെ നമ്മുടെ ഇതുകൊണ്ട് അസിൻക്രണസ് മെസ്സേജിങ്. അപ്പോൾ ഇങ്ങനെ ഒരു 50 കാര്യങ്ങൾ ആൾറെഡി റെഡിയാക്കി വെച്ചിട്ടാ ഇത് ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ഈ DSL എഴുതണോ വേണ്ടേ എന്നുള്ളൊരു ചോയ്സ് ആണ്. പക്ഷെ അതിനുള്ള മെക്കാനിസം എപ്പോഴും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ ആൾക്കാർ കളിയാക്കും, അവിടെ സ്ലാങ് കുത്തിക്കയറ്റിയൊന്നും ചോദിക്കും എവിടെ പോയാലും. അത് ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തില് ഇത് കിടപ്പുണ്ടാവും. അപ്പോ ഇടയ്ക്ക് DSL ആയിരിക്കും ചിലപ്പോൾ നല്ലൊരു സൊല്യൂഷൻ. അപ്പൊ അതിലോട്ട് കയറും. അങ്ങനെയല്ലേ ഇപ്പൊ DSL ഇപ്പൊ എഴുതാൻ അറിഞ്ഞിട്ട് അത് എഴുതാതിരിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ എഴുതാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. എന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കാതിരിക്കരുതല്ലോ. ഇവിടെ കിട്ടിയ ചെറുതെ അല്ലെ, ഈ നമ്മള് എക്സ്റ്റേണൽ DSL ആണ് അതായത് നമ്മുടെ ഇപ്പൊ ഡൊമൈൻ കൺസെപ്ച്വൽ സ്ട്രക്ചർ നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് നമ്മള് എക്സ്റ്റേണൽ DSL ആയിട്ടാണ് മോഡൽ ചെയ്യണമെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ എന്ന് നോക്കണ്ട. അതായത് അതൊരു ടാർഗറ്റ് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൺ ടൈമിലോട്ടാണ് ഇത് ലോവർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇന്റേണൽ ആക്കാം, എക്സ്റ്റേണൽ ആക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് പറയാമോ? അതായത് ഇപ്പൊ നിങ്ങൾ IL-ലോട്ടും മറ്റേ ഇതിലോട്ടും മാറ്റുന്ന കാര്യമാണോ JVM-ലോട്ട്? അതെ അതെ. അപ്പൊ നമ്മൾ അവിടെ ഒരു റൺ ടൈം പോലെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് പ്രോപ്പർ അബ്സ്ട്രാക്ഷൻ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് പുറത്തോട്ടും കൊടുക്കാം. അതായത് ഡെവലപ്പേഴ്സിന് ഇന്റേണൽ DSL ആയിട്ടും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും സെയിം സാധനം. അതായത് പക്ഷെ ആ ലേണിംഗ് കർവ് എങ്ങനെ ഫാക്ടർ ഔട്ട് ചെയ്യും? ലേണിംഗ് കർവ് അല്ല, അതാണ് സാർ അവിടെ അതായത് പ്ലഗിൻ വേണ്ട സ്ഥലത്ത് അവിടെയാണ് നമ്മൾ ഈ മറ്റേ കത്തിയും ഇതും ബ്ലേഡിന്റെ എക്സാമ്പിള്, അതായത് പാർസിമോണിയാണ് അവിടെ എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡൊമൈൻ്റെ സെമാൻറ്റിക്സ് ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ അവിടെ ഡൊമൈൻ്റെ സെമാൻറ്റിക്സ് ക്യാപ്ചർ ചെയ്ത് തന്നെ വേണ്ടി വരും. ഇപ്പൊ പ്ലഗിൻ മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അല്ല, പ്ലഗിൻ എക്സ്പ്രസീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ BDD, ഇപ്പൊ ഗർക്കിൻ സിൻടാക്സ് ഇല്ലായിരുന്നെങ്കിൽ BDD ഇത്രയും പോപ്പുലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മറ്റേത് വേണമെങ്കിൽ ഒരു തന്നെ പ്ലഗിനായിട്ട് കാണാമല്ലോ. അല്ല, ഇപ്പൊ പ്ലഗിൻ തന്നെ വന്നാൽ തന്നെ ഒരു കാനോണിക്കൽ ഇന്റർഫേസിന് എതിരെ വേണം അല്ലെ? അല്ലെങ്കിൽ അതൊരു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡൈനാമിക്കലി ലോഡബിൾ മൊഡ്യൂളിനെ പ്ലഗിനായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക്
എവരി ബിസിനസ് ലോജിക്ക് അവിടുത്തെ ഓർക്കസ്ട്രേഷൻ എഞ്ചിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമാക്കാൻ പറ്റണം. അപ്പൊ സെയിം ഇന്റർഫേസ് വേണ്ടേ? അതെ അതെ. അതിന് ഞാൻ പഠിക്കുന്നത് ഡിസൈൻ ബൈ കോൺട്രാക്ട് എന്നുള്ളൊരു ഇടിയാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. അല്ല, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ഇപ്പൊ എന്താ പറയാ, നമുക്ക് കമ്പൈലേഴ്സിന്റെ ഇതിലോട്ട് വരാം. അപ്പൊ കമ്പൈലർ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഉറപ്പല്ലേ? ഈ ഒരു കോളേജ് കഴിഞ്ഞൊക്കെ വരുന്നവരെ പൊതുവെ കമ്പയറുന്ന നമ്മൾ ചിന്തിക്കുക പോലുമില്ല. കാരണം ഇപ്പൊ നമ്മളെ ട്രെയിനിങ്ങിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അവർ പറയുന്നത് ഒരു ടൂൾ ഓറിയന്റഡ് കൾച്ചറാണല്ലോ. അപ്പോ അത് സിസ്റ്റത്തിന്റെ ഒരു അങ്ങനെയാണ് ഇപ്പൊ സിസ്റ്റം ഫങ്ഷൻ ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ഇതിന്റെ റെലവൻസോ ഇമ്പോർട്ടൻസോ അഡ്വക്കേറ്റ് ചെയ്യാണ്ട് അവർ അറിയ പോലുമില്ല. അപ്പോ അവരിതിലോട്ട് എത്താൻ സാധ്യതയുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? കാരണം ഒരു അവരുടെ ഡെയിലി ജീവിതത്തിന് വേണ്ടിയുള്ള തത്രപ്പാടും ആയിരിക്കും ഒരു പക്ഷെ അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ള ടൈമും ആണല്ലോ അത്. അപ്പൊ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും? അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താ? കാരണം അങ്ങനെയല്ല, അത് ആദ്യത്തെ ഒരു 3 കൊല്ലം ഇപ്പൊ ഒരു ചുറ്റും ഒരു മെന്ററോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ കാര്യത്തൊക്കെ ഇൻട്രസ്റ്റ് ഒരാളില്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞില്ല എന്നുള്ളത് തെറ്റൊന്നും ഉണ്ടായിട്ട്, കാരണം ഹി ഡിഡ്ന്റ് കം അക്രോസ്. പക്ഷേ മെയിൻ പ്രശ്നം നോക്കുക, മിക്ക സ്ഥലത്തും ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എന്തായാലും പലതും ഇപ്പൊ ആൾക്കാർ സ്കോട്ട് ഹാൻസൽമാൻ, മാർട്ടിൻ ഫൗളർ, മറ്റേ അങ്കിൾ ബോബിനെ കേൾക്കാത്ത ആരുമില്ല. അവരെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കാതിരിക്കുന്നവരുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒപ്പം എത്തിയല്ലോ. അതിനെ കുറിച്ച് എന്താ പറയാ ശ്രീജിത്ത്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ മാർട്ടിൻ ഫൗളർ ആണ് DSLന്റെ ഒരു പോപ്പുലർ ബുക്ക് എഴുതിയേക്കണം. ഓക്കെ, അപ്പൊ ഈ DSLs 2011 എഴുതിയ റഫ്ലി സെയിം ടൈം ദേവശിഷ് ഘോഷ് ബുക്ക് എഴുതി. പക്ഷെ ഈ 2 ബുക്കും നിങ്ങൾക്ക് ഒരു DSLോട്ട് ഒരു ഓറിയന്റേഷൻ തരുമെന്നല്ലാണ്ട് ഒരു പ്രാക്ടിക്കൽ DSL ക്രാഫ്റ്റ് ചെയ്യാനുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതായിട്ട് ഈ പാറ്റേൺ ലാംഗ്വേജ് ആയിട്ടും ഇതൊക്കെ ഇടപെടൽ വന്നിട്ട് നല്ലൊരു പൊളിറ്റിക്കൽ അക്യൂമെന്റ് വേണം ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ എന്താ പറയാ ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്കില്ലിലാണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രി ഓർഗനൈസ് ചെയ്തേക്കണേ. എബിലിറ്റി ആണ് നോക്കുന്നത്. അയാളുടെ ഇന്റലക്ച്വൽ പൊട്ടൻഷ്യല് അത് നോക്കാൻ ഞങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് പ്രോജക്ട് മാനേജേഴ്സും എക്സിക്യൂട്ടീവ് ഇതും ഇത് ചെയ്യണേ. അപ്പോ അതിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ആ കണ്ടീഷനിങ് പിന്നെ സൊസൈറ്റിയിലും ഇപ്പോ എന്താ പറയാ കമ്പൈലർ മറ്റേ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ എഴുതുന്നത് വെള്ളക്കാരുടെ പ്രിറോഗേറ്റീവ് ആണെന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് എനിക്കൊന്ന് ഇവര് പറയണെന്ന് വെച്ചാല് ഇവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇവര് ആരാധിക്കുന്നവർക്കും ഒരു കണ്ടുപിടിക്കും. എന്താ പറയാ കൊള്ളാവുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കും. അവർക്ക് ഇതാണ്, അവർക്ക് പറ്റാത്ത കാര്യം എന്തുവാടാ നീ എന്നോട് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ തന്നെ. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്കാരനെയോ ഒരു മലയാളിക്ക് ഒരു ഫെല്ലോ മലയാളിയുടെ നിന്ന് പഠിക്കുന്നത് ഒരു അപമാനമാണെന്നുള്ളൊരു ധാരണ സമൂഹത്തിലുണ്ട്. അത് കാരണം ആൾക്കാരുടെ ആക്ഷനിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ കമ്പൈലറിൽ മാത്രമല്ല, എനിത്തിങ് ഹെഡി നമ്മൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ സംശയം വരുന്നത് അവിടെ നിന്നാ. ആ സെൽഫ് ഡൗട്ട് നമ്മുടെ മേലേക്ക് പ്രൊജക്ട് ചെയ്യും. അതാണ് ആദ്യം കണ്ടത്. ഇപ്പൊ ഞാൻ കാണുന്നില്ലല്ലോ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കണത് ഇവിടെ കിട്ടിയ. കാരണം ഇതുള്ളത് കൊണ്ട് ഇതുള്ള ആൾക്കാർക്ക് കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉണ്ടല്ലോ ശ്രീജിത്തെ, ഇവിടെ കിട്ടിയ. അതല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇപ്പൊ മെന്റർ എന്നുള്ളത് ഒരു ആക്സിഡന്റ് ആണല്ലോ, അല്ലെങ്കിൽ അത് ഒരു ഉണ്ടല്ലോ. പക്ഷെ ബൈ ഡിഫോൾട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ റൂട്ടീൻ ട്വീക്ക് ചെയ്യാൻ പറ്റുമോ?
ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പൈലറിന്റെ ലെക്ചർ എഴുതിയത് 10 വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ലെക്ചർ എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ ലാംഗ്വേജിനെ കാണുന്നത് ജസ്റ്റ് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല ഇതൊന്നല്ല. അതായത് പണ്ട് എനിക്ക് ഒരു ലാംഗ്വേജിനോട് ഭയങ്കര ഇതുണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനോട് എതിർപ്പുണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനോട് എനിക്ക് ഭയങ്കര ഫോർ വാട്ട് എവർ റീസൺ. പക്ഷെ അത് വേറെ രീതിയിൽ കാണാൻ പറ്റിയത് ഒരു ലെക്ചർ എഴുതിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പല ട്രിഗർ പോയിന്റ്സ് അല്ല അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒന്ന് ഈ രണ്ട് തരം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഫങ്ഷണൽ ഡൊമെയിൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്നിക്കൽ ഡൊമെയിൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ ഫങ്ഷണൽ ഡൊമെയിൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗില് മറ്റേ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവിടെ ആർക്കിടെക്ചർ എന്നുള്ള സാധനം ഒരു നൗണാ, മനസ്സിലായേ, വെർബല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ സിനാറിയോയില് എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ആർക്കിടെക്ട്സ് തന്നെ ഇൻസെക്യൂർഡ് ആയിരിക്കും. അപ്പൊ അവരിത് പഠിച്ചാൽ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ എന്റെ ഒരു മോട്ടിവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ഗോട്ട് സ്മാർട്ട് പീപ്പിൾ അറൌണ്ട് യു, യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സോഷ്യൽ ആംഗിൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അതായത് എക്സൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, മാത്തമാറ്റിക്സ് ഇങ്ങനത്തെ ടോപ്പിക്സിലൊക്കെ ഇൻട്രസ്റ്റ് വേണം. കാരണം ഈ കമ്പൈലേഴ്സ് ഒരു എക്സ്പ്ലിസിറ്റ് അഡ്വാൻറ്റേജ്, അതായത് ഈവൺ ഇഫ് യു ലേൺ ടു റൈറ്റ് എ കമ്പൈലർ, അൺലെസ് യു ടേക്ക് സം കൈൻഡ് ഓഫ് എ പൊളിറ്റിക്കൽ റിസ്ക്, ഒരു DSL പ്രോജക്റ്റിലൊക്കെ ചെന്ന് വിടാന്നുള്ളത് വളരെ റെയർ ആണ്. ഐ അഗ്രി. പക്ഷേ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയറുകളുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങളുടെ ആർക്കിടെക്ചറിന് അത്രയും എലഗൻസ് ഉണ്ടാവും. അപ്പോ ഇപ്പോ എന്താ പറയാ, ഒരു ടൂൾ ക്രാഫ്റ്റ്സ്മാൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ കോഡ് ജനറേറ്റേഴ്സോ അങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് വേണമല്ലോ. ഇനിയിപ്പോ ബിസിനസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ തന്നെ ഇന്റന്റ് എങ്ങനെ നന്നായി സ്പെസിഫൈ ചെയ്യും, എങ്ങനെ ഡൊമൈൻ എക്സ്പേർട്സിന് കോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കറിയില്ല അതെങ്ങനെയാണ് മറ്റേ പറയുന്ന ഒരു കോമൺ ലെവലിൽ എത്തിക്കാന്നുള്ളത് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? പക്ഷെ പ്രത്യേകിച്ച് അവസാനം പറഞ്ഞതാണ് എന്റെ ഒരു ഞാൻ എടുത്ത ടേക്ക് അവേ കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഷിഫ്റ്റ് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേ ടു ഡേ ജോബിൽ നമ്മൾ എഫിഷ്യന്റ് ആവുമല്ലോ. ആ ഒരു മോട്ടിവേഷൻ വെച്ചിട്ട് ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ആക്സിലറേറ്റ് ചെയ്യും. അല്ല ഇപ്പൊ എന്താണെന്നറിയാമോ, ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സ്ലാങ് പ്രപ്പോസ് ചെയ്യുമ്പോ അപ്പൊ പൊതുവേ കണ്ടിട്ടുണ്ട്. അതായത് ഈ ചില ആൾക്കാർ ഇതിലത്തെ വേരിയബിൾ അടക്കം മാറ്റാതെ പോർട്ട് ചെയ്തിട്ടേ മറ്റേ ഗോഡ ബുക്കിന്റെ പേരൊക്കെ വെക്കും. മനസ്സിലായി? അപ്പൊ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഒരു കമ്പൈലർ പഠിച്ചത് ഒരു ഫേമസ് ബുക്കിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളിനെ ഞാനാ മെന്റർ ചെയ്തേ. പക്ഷെ പുള്ളി പിൽക്കാലത്ത് പുള്ളി ഇത് ചെയ്യുമ്പോ പുള്ളിനെ പണ്ട് അത്ര നന്നായി ട്രീറ്റ് ചെയ്യാത്ത ഒരാളാണ് പുള്ളിയുടെ ഇപ്പൊ മെന്റർ. ഞാനിപ്പോ തേർഡാ വരുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് മെന്റർ എന്ന് പറയുന്നതാണോ, ഒരു ഇന്ത്യൻ മെന്റർ ആണെന്ന് പറയുന്നതാണോ, വെസ്റ്റില് പൊതുവെ ഗുണം ചെയ്യുന്ന എന്നുള്ള ഒരു സാമാന്യ മനുഷ്യന്റെ ഇതെന്തായിരിക്കും? ഒരു നമ്മുടെ പേഴ്സണൽ അനുസരിച്ചിരിക്കില്ല. ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരു കച്ചവട താല്പര്യം പോയിന്റ് ഓഫ് വ്യൂല് അത് എഴുതുന്ന നല്ലത്. എനിക്കറിയാലോ, എനിക്ക് കുഴപ്പമില്ലോ. മറ്റേ വില വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു അല്ല, അയാള് വില വെക്കാതിരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ ആളെ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് അപ്പൊ നമ്മള് ഇപ്പോ ആ എഫക്റ്റ് ഇപ്പൊ കമ്പയർ എന്ത് അഡ്വാൻസ് ടോപ്പിക് വന്നാലും ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചില ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവര്, ഞാൻ ഇവിടെ ജനിക്കണ്ടായിരുന്നു, മറ്റേ വെസ്റ്റിൽ പോയാലേ അവന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വെസ്റ്റിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചാറ്റ് GPT തന്നെ എടുക്കുക. അതായത് ഇപ്പൊ ചൈനയുടെ ഒരു സാധനം വന്നു. ഇപ്പൊ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു AI ഇന്ത്യൻ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ വില നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്
പ്രശ്നമുണ്ട്. അതായത് അപ്പൊ എങ്ങനെയാണ് ഒരു അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരെ കാണണമെന്ന് വെച്ചാൽ അവരുടെ ആ ഇന്നർ ഇൻസെക്യൂരിറ്റി പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊരു ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ ഒരു ഈ സാഹചര്യത്തിന്റെ പേര് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു ഏബിൾ ബോഡിയുടെ ബ്രസീലിയനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇട്ടിട്ട് ഒരു ഒരു എന്താ പറയാ ഫെയിലായിട്ടുള്ളൊരു ഇന്ത്യൻ ഫുട്ബോളറെ കൊണ്ടുപോയി ബ്രസീലിൽ ഇട്ടാല് അവൻ കുറച്ച് കഴിയുമ്പോൾ ബെറ്റർ കളിക്കാരനാവും എന്നുള്ളതിനൊരു സത്യമുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എൻവയോൺമെന്റ് ഇൻഡ്യൂസ്ഡ് ലേണിംഗ്. പക്ഷേ എനിക്കറിയില്ല ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ചന്ദ്രയാനിലൊക്കെ ഇന്ത്യ എന്നൊക്കെ സാധനങ്ങൾ പോയില്ലേ. അപ്പൊ അത് നമുക്ക് ലെസൺ അല്ലേ, ദർ ആർ പീപ്പിൾ ഹിയർ എന്നുള്ളത്. ഇതെന്ത് പറയണം? അത് ലെസണാണ്. അത് ലെസണാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഞാനിത് പറഞ്ഞ വെച്ചാല് നമുക്കിത് മനസ്സിലാക്കാം. പക്ഷെ എന്തിനാണ് ആൾക്കാർ റെസിസ്റ്റ് ചെയ്യണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ആ മൂവി കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ കേട്ടോ പ്രസിദ്ധി. അപ്പൊ അതിൽ പറയുന്ന പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര ലെസൺ ആണ്. അല്ല, ഏത് മൂവി കണ്ടതാ? മാധവന്റെ അല്ലല്ല ഞാൻ റോക്കറ്റ്. അത് മനസ്സിലായി. അല്ല അപ്പൊ ഞാൻ അത് പക്ഷെ നമ്പി നാരായണന്റെ കഥയല്ലേ അത്? പക്ഷെ അതിൽ പറയുന്ന ഒരു പെർസ്പെക്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ആക്ച്വലി ഒരു ഫാർ സുപ്പീരിയർ ഇന്നോവേഷൻ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേലോട് ലോ ബഡ്ജറ്റില്, മനസ്സിലായ അതൊരു ആ ഒരു പെർസ്പെക്ടീവ് അതിൽ പറയുന്നുണ്ട്. എനിക്ക് അതിന്റെ ഫുൾ സയന്റിഫിക് കോണ്ടെക്സ്റ്റ് അറിയില്ല. പക്ഷെ പ്രസിദ്ധി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഉണ്ടായത് അവിടെ വെസ്റ്റിൽ പോകണമെന്നില്ല, ഇവിടെ ഏതും ഇപ്പൊ വെസ്റ്റിൽ പോയില്ലെങ്കിൽ അവര് പറയും പോകാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയും. അതാണ് ഈ അപ്പം മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് സോഷ്യൽ ഡിസ്കോഴ്സ്. അതാ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ കേരളത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിസ്റ്റുകാര് എപ്പോഴും ഒരു ചൈനീസ് ഇതും, കോയമാര് പൊതുവെ ഒരു അറബിക് ഇതിന്, മറ്റേ ക്രിസ്ത്യാനികൾ പൊതുവെ ഒരു വെസ്റ്റിന്റെ ഒരു ഏജന്റുമാരിയാ പ്രവർത്തിക്കുന്നത് അവരുടെ സൈക്കി വെച്ചിട്ട്. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ നായർ ക്രിസ്ത്യാനിയുടെ കൂടെയും ഈഴവര് കോയമാരുടെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ഇപ്പത്തെ സൈഡിൽ നിന്നും ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പൊ ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? അതായത് അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്ന പല മൂലച്യുതിയും അവിടെ നിന്ന് വരുന്നത്. അതിന്റെ ഒരു പ്രശ്നം സോഫ്റ്റ്വെയറിലും ഉണ്ട്. പിടി കിട്ടിയ? അതായത് ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലുള്ളമാരൊക്കെ പൊട്ടന്മാരാണ്. നോർത്ത് ഇന്ത്യയിലുള്ളമാരുടെ പൊട്ടത്തരം വേറെ. പക്ഷേ ഈ മാനേജ്മെന്റ് ഒക്കെ വരുമ്പോ അവരാണ് തലപ്പത്ത് കയറിയിരിക്കണേ. നമ്മുടെ അവിടെ നിന്നുള്ളമാര് മറ്റേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഉണ്ടാവും. പക്ഷെ എക്സിക്യൂട്ടീവ് പൊസിഷനിലൊക്കെ പറയുമ്പോ അവര് കയറിയിരിക്കും. അപ്പൊ ഈ സോഷ്യൽ ഡിസ്കോഴ്സിൽ നിന്നാണ് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് മറ്റേ സോഫ്റ്റ്വെയർ കമ്പനികളിലും ഇത് ചെയ്യുമല്ലോ. ഇവിടെ കിട്ടിയ അതായത് ഈവൻ നൗ ആൾക്കാർ ഒരു യൂണിവേഴ്സൽ ലെവലിലല്ല കാണാത്തതിന്റെ കുഴപ്പമുണ്ട്. അങ്ങനെയല്ല, കമ്പൈലറും മാത്തമാറ്റിക്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാതെ ഇപ്പൊ ഞാനായിട്ട് മറ്റേ ഡിബേറ്റ് ഒക്കെ ഉണ്ടാകുമ്പോ നൈവായിട്ടൊക്കെ വന്ന് ഒരു അടിയടിച്ച് എത്തൂ. അങ്ങനെയുള്ളവരെ മിക്കവരും. പക്ഷെ അവര് കാണിക്കണ കോപ്രായം കാണുമ്പോണ്ടല്ലോ ജൂറി ഔട്ടാന്ന് പറയും. അതായത് ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ ജൂറിക്ക് അവിടെ പറ്റൂലെങ്കിൽ എന്ത് വിളിച്ചു പറയാലോ. ഇവിടെ കിട്ടിയ? അപ്പൊ ഞാൻ പറയുന്ന പോയിന്റിൽ ഇത്രയും ലീഡ് കോഡും ചെയ്തിട്ട് അത് ആക്ഷനബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ഇപ്പൊ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചു, അൽഗോരിതം പഠിച്ചു, പരീക്ഷ പാസ്സായി. പക്ഷെ അത് എങ്ങനെ ആക്ഷനബിൾ ആക്കും നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിലോ മറ്റേതോ? ഇവിടെ കിട്ടിയ? അപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആവാനും നിങ്ങൾക്ക് സിസ്റ്റംസ് ക്രാഫ്റ്റ് ചെയ്യാനും അതേമാതിരി സോഫ്റ്റ്വെയർ ഒരു ആവിഷ്കാര തലത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോമ്പോസിറ്റ് വിസിറ്റർ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെയോ മറ്റേ ഇതിന്റെ പേരിൽ എന്താ പറയാ കമ്പൈലറോ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ഉള്ള സിസ്റ്റം അല്ലാത്ത സ്ഥലത്ത് നിന്ന് മറ്റേ ഒരാള് ഗ്രാഫ് എഴുതാനോ കോമ്പോസിറ്റ് വിസിറ്ററോ പഠിക്കാൻ പോലും ചാൻസ് ഇല്ല. അപ്പൊ അതൊന്നും അയാൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ചെയ്യണേ. അപ്പോ .NET വെർച്വൽ മെഷീൻ വന്ന കാലം മുതൽ തന്നെ
ഒരു ഓസ്ട്രേലിയയിലെ പ്രൊഫസർ ഒരു കമ്പൈലറിന്റെ ഒരു ബുക്കൊക്കെ എഴുതിയിരുന്നു. ആൾക്കാർ ഒരു എന്താ പറയാ കമ്പൈലർ ലേണിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് .NET-നെയും പിൽക്കാലത്ത് ജാവയില് നല്ല ടൂൾസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോ അതെന്തിന് അവോയ്ഡ് ചെയ്യണമെന്ന് ഇതായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് അറ്റ്ലീസ്റ്റ് 10% ആൾക്കാർക്കെങ്കിലും മറ്റേ എന്താ പറയാ പാറ്റേൺസും മറ്റേ എന്താ പറയാ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഈ ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന സ്ഥലത്തെങ്കിലും അറിയണമെന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൂടെങ്കിൽ അവിടുത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ നിലവാരം പലപ്പോഴും താഴെയാവുന്നത് കണ്ടിട്ടുണ്ട്. അത് രണ്ട് രീതിയിലുണ്ട്. അതായത് നിങ്ങൾക്ക് ഞാൻ എന്നെ വിളിക്കുന്നത് ഓപ്ഷൻ എ എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ ബി എഞ്ചിനീയറിംഗ്. അതായത് ഈ ഓപ്ഷൻ എ എഞ്ചിനീയറിംഗ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഗ്രോ ചെയ്യിക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ടൂൾസ് ആവശ്യമുണ്ട്. സോഫ്റ്റ്വെയർ ഇവോൾവ് ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായ ശ്രീത്തെ? പക്ഷെ റീഫാക്ടർ ഒക്കെ ചെയ്തു വരുമ്പോ പലരും പ്ലഗിനും മറ്റേ എന്താ പറയാ ഈ അയൺ പൈത്തണും ചൈത്തണും ഒക്കെ അവരുടെ സിസ്റ്റത്തിൽ പിൽക്കാലത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണ കാണാം. പക്ഷേ ഒരു അപ്ഫ്രണ്ട് ഡിസൈനിൽ അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയാ ഒരു DSL എഞ്ചിനീയറിംഗ്, ഒരു ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ സ്ലാൻഡ് വേണം. അതായത് ദാറ്റ് ഷുഡ് ബി മോർ ദാൻ ഓക്കെ ആസ്ക്ഡ് ഇൻ ആൻ ഇന്റർവ്യൂ. വി ഷുഡ് ബി ഏബിൾ ടു പെർഫോം സം ആക്ഷൻസ് അറൌണ്ട് ഇറ്റ്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഇതിരിക്കുന്നത്. അപ്പൊ ആണ് ഈ ഡേ ടു ഡേ കമ്പൈലർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവെ കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴേ ഒരു സീക്വൻഷ്യൽ മോഡൽ ലേണിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു മോഡൽ ഓപ്പറേണ്ടിൽ നിന്ന് മാറിയിട്ട് അതായത് കളക്റ്റീവ് ലേണിംഗിലോട്ട് വരാൻ ഇപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും? അതായത് അങ്ങനെയല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ചോദ്യം. അല്ല അവിടെ ഒരു സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അതായത് ഇപ്പൊ ഈ ഗ്രൂപ്പിലോട്ട് വന്നു, സ്ലോലി ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പോ എല്ലാവരും ഇത് ചെയ്യുന്നു. കാരണം അല്ല ആ ഡിസ്കോഴ്സിന്റെ ഭാഗമാവണമെങ്കിൽ വേണമല്ലോ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാം. പിന്നെ മെയിൻ എന്ന് വെച്ചാല് ഈ ഗ്രൂപ്പിന്റെ മാത്രമല്ല വെച്ചാൽ ഒരു പെയ്ഡ് ഫോർവേഡ് എന്നുള്ള സ്ട്രാറ്റജി ഉണ്ട്. യു ഇൻവെസ്റ്റ് സം ടൈം ആൻഡ് ലേൺ ഇറ്റ് ആൻഡ് ദെൻ ഒക്കെ യു പെയ്ഡ് rather than paying it back you can pay forward, right? നിങ്ങളുടെ ചുറ്റുള്ളവരെ പഠിപ്പിക്കാമല്ലോ. അപ്പൊ നിങ്ങളുടെ ചുറ്റും ഒരു 10 പേർക്ക് ഇപ്പൊ വന്ന് ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ChatGPT ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു ക്രാഫ്റ്റിംഗ് എ കമ്പൈലർ ഹാസ് ബിക്കം ഈവൻ മോർ ഈസി. പക്ഷെ അത് ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. ഏതെങ്കിലും ഒരു ഇപ്പൊ ഈ ബുക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. അല്ലെങ്കിൽ ഒരു ടോയ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിട്ട് ഒരു എന്താ പറയാ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ChatGPT ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. മനസ്സിലായില്ലേ? ടു ക്രാഫ്റ്റ് എ കമ്പൈലർ. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒരു 2 വീക്കെൻഡ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഇവിടെ ഇല്ല. പക്ഷെ റിട്ടേൺ ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ പല കൺസെപ്റ്റ്സും ചുറ്റും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു ഈ കമ്പൈലർ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ലെവൽ ഓഫ് തിങ്കിങ് മാറും, ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാറും. ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ലിൽ അത് പെട്ടെന്ന് ഇത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആസ് വൺ ബിക്കംസ് സീനിയർ, അപ്പോ മോർ ആൻഡ് മോർ തോട്ടിലായിരിക്കും അയാളുടെ ആക്ഷൻ നടക്കുന്നത് rather than ഓൺ ദ ഗ്രൗണ്ട് ഇല്ലേ? അപ്പൊ അവിടെ വരുമ്പോ ഈ എന്താ പറയാ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന വരി മറ്റേ ഡിസൈൻ പാറ്റേൺസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, പാഴ്സിങ്, ഈ 3 കാര്യങ്ങൾ തന്നെ മതിയല്ലോ. ഡിസൈൻ പാറ്റേൺസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പാഴ്സിങ് ആൻഡ് ഓഫ് കോഴ്സ് പ്രോസസിങ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. അങ്ങനെയൊക്കെ കുറച്ചും കൂടി എന്താ പറയാ സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണെങ്കിൽ കുറച്ച് കൺസ്ട്രക്ട്സ് ഉണ്ടെങ്കിൽ ടൈപ്പ് അനാലിസിസിനെ കുറിച്ചും, പിന്നെ എന്താ പറയാ സ്കീം എങ്ങനെയാ വർക്ക് ചെയ്യണേ 100 കൂട്ടം ഇതുണ്ട്. കാരണം അത് അറിയാത്ത അബ്സ്ട്രാക്ട് സോഫ്റ്റ്വെയർ മെഷീൻസ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളതിനേക്കാൾ ഒരു വളരെ ഒരു ഇതാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ഒരു ജാവ വെർച്വൽ മെഷീൻ, ഒരു സ്റ്റാക്ക് ബേസ്ഡ് വെർച്വൽ മെഷീൻ, ഒരു രജിസ്റ്റർ ബേസ്ഡ് മെഷീനായ x86 എങ്ങനെയാണ് അവർ ഇത് ചെയ്യണേ. ഇനിയിപ്പോ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ അവരുടെ പ്രോട്ടോകോൾ സ്പെസിഫിക്കേഷനിൽ നിന്ന് സീരിയലൈസേഷൻ സ്പെസിഫിക്കേഷനിൽ നിന്ന് എങ്ങനെയാണ് അവർ ആ ഡാറ്റ പാക്ക് ചെയ്യണേ. നാളെ അങ്ങനത്തെയൊക്കെ എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയുക സ്മാർട്ട് കോൺഫിഗറേഷൻ ഫയലൊക്കെ എഴുതേണ്ടി വരികയാണെങ്കിൽ കമ്പൈലറിന്റെ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ?
അതായത് ഇപ്പൊ ഞാൻ തന്നെ ഏതാ കേപ്പബിലിറ്റി കൂടും അല്ലെ? കൂടും. അതായത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കമ്പനിയിൽ എക്സിക്യൂട്ടബിൾ സ്പെസിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ഡിസൈൻ ചെയ്ത്, അതായത് എക്സിക്യൂട്ടബിൾ സ്പെസിഫിക്കേഷൻ ഫോർ ആക്ഷൻ, എക്സിക്യൂട്ടബിൾ സ്പെസിഫിക്കേഷൻ ഫോർ കോൺഫിഗറേഷൻ. അതായത് നിങ്ങൾ ഈ പ്രോസസ്സിംഗ് ഗ്രാഫ് ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ട്യൂറിംഗ് കംപ്ലീറ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രാഫ് ഇപ്പൊ കോൺഫിഗറേഷൻ ഫിക്സ്ഡ് ആണ്, ഗ്രാഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യാനും പിന്നെ ഒരു ഇപ്പൊ ക്ലൗഡ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം എഴുതണം. ഒബ്വിയസ്ലി അവിടെ നിങ്ങളൊരു ഓണ്ടോളജി ഡിസൈൻ ചെയ്യണം, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് വേണം, അതിനെങ്ങനെ കമ്പോസ് ചെയ്യണം എന്നുള്ള റൂൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർക്കസ്ട്രേറ്റ് ചെയ്യണം. അത് ഓർക്കസ്ട്രേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഓർക്കസ്ട്രേഷൻ ഐസോമോർഫിസം വേണം. അതായത് നമുക്ക് ഇത് റിവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഹയറാർക്കിക്കൽ പ്രോസസ് തിങ്കിങ് വേണം. ഇപ്പൊ അത് ഈ കമ്പൈലറും മറ്റേ സീൻ ഗ്രാഫ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറോ ഗ്രാഫിക്സിലൊക്കെ കണ്ട ഒരാൾക്ക്, അതായത് ഈവൻ ഈ ഒരു ഹയറാർക്കി പോലും ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഒരു ഹയറാർക്കിയെ ചുറ്റിപ്പറ്റി എളുപ്പത്തിൽ നമുക്ക് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യാം. അപ്പോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മിസ്സാവും ഇഫ് യു ആർ നോട്ട് ആക്ച്വലി ലേണിംഗ് ഫ്രം, എന്താ പറയുക, ഇഫ് യു ആർ നോട്ട് വ്യൂയിങ് തിങ്സ് ഫ്രം എ DSL പെർസ്പെക്റ്റീവ്. അതിപ്പോ വേറെ രീതി പറഞ്ഞുതരാം. ഇപ്പൊ ഒബ്ജക്റ്റീവ് സി ലാംഗ്വേജ് ശ്രീത്ത് പ്രോഗ്രാം ചെയ്തിട്ടില്ലേ? ഒബ്ജക്റ്റീവ് സി റീസൺ ഞാൻ കണ്ടൊരു നല്ല എന്ന് വെച്ചാല്, ഒബ്ജക്റ്റീവ് സി ഈസ് എ ഡിക്ലറേറ്റീവ് ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ്. അതിന്റെ ഡൊമൈൻ എന്താണ്? ഒബ്ജക്ട് കൺസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂഷൻ ആണ്. അതിനുവേണ്ടിയുള്ള ഒരു DSL അറൌണ്ട് സി ആണെന്ന് വിചാരിച്ചൂടെ? The way you look at the programming will change. മനസ്സിലായല്ലോ? അപ്പൊ അതൊക്കെയാണ് ഇത്. ഇപ്പൊ പല പ്രോഗ്രാമിംഗ് മോഡൽസ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനൊരു C is a subset, അല്ല C is a subset of Objective-C എന്നാണ് പറയാറ്. പക്ഷെ അതല്ല, അങ്ങനെയല്ല കാണേണ്ടത് എന്നുള്ളതാണ് അല്ലെ? അല്ല, അങ്ങനെ കണ്ടോണ്ട് കുഴപ്പമില്ല. കാരണം എവരി ഒബ്ജക്റ്റീവ് സി പ്രോഗ്രാം ഇസ് എ സി പ്രോഗ്രാം. സിയിൽ എഴുതി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് സിയിൽ വർക്ക് ചെയ്യും. അത് സമ്മതിച്ചു, കാരണം സിയിലോട്ടല്ല ഓറിയാണ്. പക്ഷേ നിങ്ങൾ അണ്ടർലൈൻ ആ സി കേർണലിനെ ചുറ്റിപ്പറ്റി ഒരു ഒബ്ജക്ട് സ്പെസിഫിക്കേഷൻ ലാംഗ്വേജ് ആണ്. എന്നിട്ട് അവരതെന്താ ചെയ്യണേ? റൺ ടൈമിലോട്ട് തങ്കിയല്ലേ ചെയ്യണേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സെൻഡ് മെസ്സേജ് എക്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാല് OBJ സെൻഡ് ടാർജറ്റ് സെൻഡ് മറ്റേ എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കണേ ഇല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ അതൊരു DSL ആണ്. എന്നിട്ട് ആ കോള് അവർ റൺ ടൈമിലോട്ട് മാപ്പ് ചെയ്യലാണ്. ഈവൻ ഒബ്ജക്ട് ക്രിയേഷൻ പോലും അവർ റൺ ടൈമിൽ ഡിക്ഷണറിയിലാണ് ആ പ്രോപ്പർട്ടീസ് സ്റ്റോർ ചെയ്യണത്. ശരിയല്ലേ? ചെയ്തേ അവരൊരിക്കലും മറ്റേ C# ചെയ്യണ മാതിരിയുള്ള ഇതല്ല ചെയ്യണേ. അല്ല, അതുകൊണ്ടാണ് അവർക്ക് കീ വാല്യൂ ഒബ്ജക്റ്റ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ല. അല്ല, C# അതിന്റെ ഒരു ക്ലാസ് ആയിട്ട് അതിനെ എടുത്തിട്ട് മറ്റേ എന്താ പറയാ, സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സെലക്ടർ എന്ന് പറഞ്ഞ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ഗെയിം. ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എൻറ്റയർ ഒബ്ജക്ട്സ് മറ്റേ കോഡായിട്ട് കിടക്കണമെങ്കിലും റൺ ടൈമിന്റെ ഒരു ഡാറ്റ സ്ട്രക്ചർ അതിന്റെ മുകളിൽ ഓവർലേ ആയിട്ടുണ്ട്. മനസ്സിലായേ? അപ്പൊ ഡാറ്റ ഇരിക്കുന്നത് മറ്റേ വേറെ ആണല്ലോ, ഹീപ്പിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. മെത്തേഡ് ഇരിക്കണ മെത്തേഡ് ഏരിയയിലായിരിക്കും. സെലക്ടർ ആയിട്ടോ ഫംഗ്ഷൻ പോയിന്റർ ആയിട്ടോ അത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് സി ലാംഗ്വേജിന് ചുറ്റുമുള്ള ഒരു ഒബ്ജക്റ്റീവ് സി, ഒരു DSL അറൌണ്ട് സി ലാംഗ്വേജ് ഫോർ ക്രിയേറ്റിംഗ് ഫോർ ഇംപ്ലിമെന്റിംഗ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ആയിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഈവൻ C++ അങ്ങനെ തന്നെ തുടങ്ങിയത്. C++ ചെയ്തതെന്ന് വെച്ചാല് ഈ AT&T C ഫ്രണ്ട് എന്നുള്ളൊരു കമ്പൈലർ എഴുതി. അതൊരു പ്രീ പ്രോസസറാണ്. അതായത് C++ കോഡിനെ അത് മറ്റേ എന്താ പറയും, സി ആക്കി മാറ്റും, സി ഫംഗ്ഷൻ ആക്കി മാറ്റും. അപ്പൊ ഡീബഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ പിന്നെയുള്ള ഒരു ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഇത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോജിക്, സെറ്റ് തിയറി, പ്രെഡിക്കേറ്റ് ലോജിക്, റിലേഷൻ,
ഫങ്ഷൻ, പിന്നെ ഗ്രാമേഴ്സ്, അതായത് BNF, ബാക്കസ് നോർഫോം കമ്പൈലറിലെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു നൊട്ടേഷനാണ് BNF. ഇപ്പൊ BNF മോഡേൺ ഡേ ലാംഗ്വേജസ് ലൈക്ക് ജാവ ആൻഡ് C# പാറ്റേൺ മാച്ചിങ് ഉണ്ട്. അപ്പൊ പാറ്റേൺ മാച്ചിങ് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BNF എന്താന്ന് പഠിക്കുന്നതിനാണ്, ബാക്കസ് നോർഫോം. അതായത് ഒരു ഗോൾ സിമ്പൽ ഉണ്ടാവും, പിന്നെ LHS പ്രൊഡക്ഷൻ എന്ന് പറയും ഓരോ ലൈനും, LHS RHS. അപ്പോ നമ്മൾ LHS RHS ആക്ഷൻ എന്നുള്ള രീതിയിലാണ് BNF ഓർഗനൈസ് ചെയ്തേക്കണേ. ഹാൻഡ്ലർ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഹാൻഡ്ലർ ജസ്റ്റ് നിങ്ങൾ DSL കൊടുക്കുന്നു, അതുകൊണ്ട് മറ്റേ ലിസണർ ഇന്റർഫേസ് വെച്ചിട്ടാണ് ആ ചെയ്യണേ. അപ്പോ അവിടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് BNF എന്താന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ പാറ്റേൺ മാച്ചിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയും ഈ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും ഒരു സിംബോളിക് കമ്പ്യൂട്ടേഷൻ ആയിട്ടുള്ളൊരു വളരെ ബന്ധം അവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അടുത്തതെന്ന് വെച്ചാല് ഈ പ്രോസസ്സിൽ ജാവയിലാണെങ്കിൽ ജാവ അസിസ്റ്റ്, പിന്നെ മറ്റേ എന്താ പറയാ അപ്പാഷെ ബൈറ്റ് കോഡ് എഞ്ചിനീയറിംഗ് ലൈബ്രറി, പിന്നെ ഈ ഇടയ്ക്ക് ജാവ ക്ലാസ് ഫയൽ API, പിന്നെ ശരത്തെ OBJS അല്ലാതെ വേറെ മറ്റേ സ്പ്രിംഗിൽ ആദ്യം വേറെ ഏതൊരു കണ്ടെയ്നർ ഉപയോഗിക്കില്ലായിരുന്നോ? CGlib ആണോ? CGlib ഉണ്ട്. പിന്നെ വേറെ നോടി ഉണ്ടായിരുന്നല്ലോ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടി, പ്രോക്സി ജനറേറ്റർ ഉപയോഗിച്ചത്. BCL ഉണ്ടായിരുന്നു, ആ പിന്നെ ജാവ അസിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വന്നത് ബൈറ്റ് ബഡി ഒക്കെയാണ്. ഇതിനൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ടൂൾസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് മറ്റേതൊക്കെ ഉണ്ടാക്കാൻ വളരെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു മെറ്റാലിംഗ്വിസ്റ്റിക് അബ്സ്ട്രാക്ഷൻ കൂടാൻ വളരെ അഡ്വാൻറ്റേജ് ആണ്. ഒരു കമ്പൈലറോ ഒരു ഇന്റർപ്രറ്ററോ എഴുതിയതിന് ശേഷം സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ബുക്ക് ഒക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്താ പറയാ ബെറ്റർ ആയിട്ട് ആ ബുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. SICP എന്നുള്ളൊരു ബുക്ക് ഉണ്ട്, സ്ട്രക്ചർ ആൻഡ് കേട്ടിട്ടുണ്ടോ ബുക്ക് SICP? അപ്പൊ ആ SICP കറക്റ്റ് ആയിട്ട് വായിക്കണമെങ്കിൽ അതൊരു നല്ല ഇതാണ്. പിന്നെ വൈശാഖൻ എന്തെങ്കിലും ഉണ്ടോ ബിഫോർ വി വൈൻഡ് അപ്പ്? അല്ല, അപ്പൊ ഇതാണ് ഇതിന്റെ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ എന്തുകൊണ്ട് കമ്പൈലർ ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ പഠിക്കണം എന്നാണ്. അപ്പോൾ പൊതുവേ കമ്പൈലർ കൺസ്ട്രക്ഷൻ ഒരു എസോട്രിക് ടോപ്പിക് ആയിട്ടോ അത് ഒരു ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി ഇല്ലാത്തൊരു ടോപ്പിക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഹിഡൻ ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ കമ്പൈലേഴ്സിന്റെ നോളജും വിൽ ആക്ച്വലി ഇംപ്രൂവ് യുവർ നോളജ് ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഫോർ ഷുവർ. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജസ് ഉള്ള ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ അധികം ചർച്ച ചെയ്യാഞ്ഞത്, ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഗ്വേജിന് ജാവാസ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഈ I have used slang compiler in order to generate JavaScript on the fly for a platform called Kony. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചില്ല. ടൈപ്പ്സ്ക്രിപ്റ്റ് ഒക്കെ വന്നേക്ക മുമ്പാണ്. അതായത് അപ്പോൾ ഒരാൾ അത് കഴിഞ്ഞിട്ട് ടൈപ്പ്സ്ക്രിപ്റ്റിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ യു ആന്റിസിപ്പേറ്റഡ് ടൈപ്പ്സ്ക്രിപ്റ്റ് ബൈ 6 months എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഗ്വേജിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ കേസിൽ ഒരു റൂൾ സ്പെസിഫിക്കേഷൻ ആയിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ലാംഗ്വേജിൽ നിന്ന് സി ജനറേറ്റ് ചെയ്തിട്ട് C കമ്പൈലർ ഉപയോഗിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാസ്കൽ കമ്പൈലർ അതാ ചെയ്യുന്നത്. ഹാസ്കൽ അതിൻ്റെ മറ്റേ ടൈപ്പ് അനാലിസിസും ടൈപ്പ് കമ്പ്യൂട്ടേഷൻ, കാരണം അതിൽ ഹയർ കൈൻഡ് ടൈപ്പ് ഉള്ളത് കൊണ്ട് ടൈപ്പ് കമ്പ്യൂട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവര് C കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നേറ്റീവ് കോഡായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ഈവൻ അപ്പോൾ ട്രാൻസ് കമ്പൈലർ അപ്രോച്ച്
ഈവൻ മോർ പോപ്പുലർ ആവുന്നതിന്റെ ടൈപ്പ് സ്ക്രിപ്റ്റ് മാത്രമല്ല, ഇപ്പോൾ C++ കമ്മ്യൂണിറ്റി ഈസ് ഫേസിങ് ട്രമെൻഡസ് എമൗണ്ട് ഓഫ് ചലഞ്ച് ഫ്രം ദ റഷ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ ദ നെയിം ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് സേഫ്റ്റീസ്. അപ്പോൾ ബട്ട് ദേ വർ ഏബിൾ ടു ക്രിയേറ്റ് ലോട്ട് ഓഫ് ന്യൂസൻസ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ C++ ഇപ്പോൾ എന്താ പറയുക, ഹെർബ് സട്ടർ ഒരു പ്രീ കമ്പൈലർ എഴുതുന്നുണ്ട്. അതിൽ നിന്ന് എന്താ പറയുക, നമുക്ക് C++ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സൂൺ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഈ കോംപ്ലക്സിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ പുതിയ ലാംഗ്വേജ് ഫീച്ചേഴ്സ് ഒക്കെ അവർ ചിലപ്പോൾ ബേസ് കോർ ലാംഗ്വേജിൽ കൊടുക്കണമെന്നില്ല. അവർ ചിലപ്പോൾ ഇതേമാതിരിയുള്ള എക്സ്റ്റൻഷൻ ലാംഗ്വേജസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ലോവർ ചെയ്യാം. അപ്പൊ അതൊരു കമ്പൈലേഴ്സ് ആൻഡ് ട്രാൻസ് കമ്പൈലർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ പെറാപ്സ് ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു ട്രാൻസ് കമ്പൈലർ ഒക്കെ എഴുതേണ്ടി വന്നേക്കാം. അതായത് ഒരു ബിസിനസ് അനലിസ്റ്റുകൾക്കൊക്കെ വേണ്ടി മറ്റേ ടൈപ്സ് സ്പെസിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ലാംഗ്വേജ് ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ഡ്രാഗൺ ബുക്കാണ് സ്റ്റിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓൺ കമ്പൈലേഴ്സ് ഇഫ് യു വാണ്ട് ടു ലേൺ. അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ബുക്ക്. കാരണം ഇപ്പം നൗ എഞ്ചിനീയറിംഗ് കമ്പൈലർ എന്നുള്ള ബുക്ക് ഉണ്ട്. ഇറ്റ്സ് എ വെരി EAC എന്നാണ് ആ ബുക്കിന്റെ പേര്, എഞ്ചിനീയറിംഗ് കമ്പൈലർ. അപ്പൊ അതൊരു നല്ല ബുക്കാണ്. കീത്ത് സംബടി, ലിൻഡ എന്ന് പറഞ്ഞൊരു ലേഡി ഒക്കെ എഴുതിയേക്കുന്നതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. മോർഗൻ കോഫ്മാൻ ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. പിന്നെ കമ്പൈലർ ലേൺ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, അതായത് ഈ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫാണ് മിക്ക എന്താ പറയുക നോൺ ട്രിവിയൽ മിഡിൽ വെയർ സോഫ്റ്റ്വെയറിന്റെയും ഇത്. അപ്പൊ ഒരു ഗ്രാഫിക് സൈക്കിൾ ആണെന്ന് പറയാം ഒരു അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ. പക്ഷെ അതിന്റെ സെമാൻറ്റിക്സ് വേറെ രീതിയിൽ ലെവൽ ചെയ്യുന്നതുകൊണ്ട് ആ സൈക്കിൾ ഡിറ്റക്ഷൻ ഒക്കെ എളുപ്പമാണ്, കാരണം എക്സ്പ്ലിസിറ്റ്ലി അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലെക്സ്, യാക്ക്, ആൻറ്റ്ലർ മാതിരിയുള്ള ടൂൾ. ആൻറ്റ്ലർ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാർവലാണ്. ആൻറ്റ്ലർ ടൂള് എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കമ്പൈലർ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ക്യൂ, ഹാഷ്, സ്റ്റാക്ക്, മാപ്പ്, ഹാഷിങ്, അങ്ങനെ എല്ലാ സാധനവും ഒരു ഇതുണ്ട്. ഇപ്പോൾ സ്ലാങ്ങിൽ ആകെ 2000 ലൈൻ കോഡുള്ളൂ, ഇതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയുക കോമ്പോസിറ്റ് വിസിറ്റർ ഒരു എന്താ പറയുക ടൈപ്പ് അനാലിസിസ് നടത്താനും കോഡ് ജനറേറ്റ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ട്രാൻസ് കമ്പൈൽ ചെയ്യാനും കോമ്പോസിറ്റ് വിസിറ്റർ പാറ്റേൺ ഉപയോഗിക്കാറുണ്ട്. ഫ്യൂച്ചറിൽ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മറ്റേ പലരും കമ്പൈലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പോണത്. പിന്നെ റിക്കർഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും ഈവൺ ഇൻ വൺ പാസ് കമ്പൈലർ. പിന്നെ വൈൽ ലോവറിംഗ് ദ സ്റ്റഫ് ഇൻ ടു ജാവ വിർച്വൽ മെഷീൻ ഓർ C#, CLR or LLVM IR, you will learn a lot about എന്താ പറയുക x86 ആർക്കിടെക്ചർ, IL and .NET റെസ്പെക്റ്റീവ്ലി. പിന്നെ ഈ ഡാറ്റനെ കോഡായിട്ട് കാണുന്നതാണ് കമ്പൈലറിന്റെ പണി, കോഡിനെ ഡാറ്റയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ലാംഡ എഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് ലാംഡ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് നല്ലതാണ്. പിന്നെ ഇഫ് യു വാണ്ട് ടു റൈറ്റ് എ ട്യൂറിംഗ് കംപ്ലീറ്റ് DSL, ഡെഫിനറ്റ്ലി യു ഷുഡ് നോ വാട്ട് എ കമ്പൈലർ ഈസ്. പിന്നെ ടൈപ്പ് അനാലിസിസിനെ കുറിച്ച് വളരെയേറെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കും. നാളെ ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിൻ വരെ എഴുതാൻ പറ്റും. അപ്പോൾ ഈവൺ ഇൻ ദ ChatGPT വേൾഡ്, ലേണിംഗ് അബൌട്ട് കമ്പൈലേഴ്സ് വിൽ ആക്ച്വലി ബി വെരി ഗുഡ് ഫോർ എന്താ പറയുക യുവർ psyche, so that you can actually see much better the world around. അപ്പോൾ നന്ദി, നമസ്കാരം. അല്ലേ?